ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം. അത്യാവശ്യം DOP വർക്കൊക്കെ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കമലഹാസനും കൊള്ളാം. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ചിമ്പുവാണ്, സിലംബരസനാണ് അത്യാവശ്യം. ശരിക്കും ചിദംബരത്തിൻ്റെ ഒരു ഷോ തന്നെയാണ്. ലാസ്റ്റൊക്കെ പുള്ളി ആയിരുന്നു മൊത്തം കൈഡി കൊണ്ടുപോയത് ലാസ്റ്റൊക്കെ ആയപ്പോൾ. പിന്നെ റൈറ്റിങ്ങിൽ കുറച്ച് ഡെപ്തിൻ്റെ സീനുണ്ട്. ക്യാരക്ടറൈസേഷനിൽ കുറച്ച് ഡെപ്ത്ത് കുറവാണ്. അത് കമലഹാസനായാലും നമ്മൾ അറിയാമെന്നുള്ളൊരു കഥ തന്നെ, ഭയങ്കര പ്രഡിക്റ്റബിളാണ്. പക്ഷേ മണിരത്നം നന്നായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്. തൃശ്ശയ്ക്കൊക്കെ റോള് കുറവാണ്. ഫീമെയിൽ കാസ്റ്റിനൊക്കെ ഭയങ്കര റോള് കുറവാണ്. ഇത് ഫുൾ ആൻഡ് ഒരു കമലഹാസൻ സിലംബരസൻ ഷോയാണ്. കുഴപ്പമില്ല, BGM ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ നോർമലായിട്ടുള്ള കഥയെ തന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരുപാട് ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കും. ഇന്ത്യൻ ടൂണിയും കാട്ടി കൊള്ളാം. അത് കമലഹാസൻ്റെ തന്നെ, പിന്നെ അത് പറയാനുണ്ടോ? രണ്ടുപേർക്കും കുഴപ്പമില്ല. അത് അഭിരാമിനെ കൊള്ളാമെന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അഭിരാമിനാണ് അടിപൊളിയായിട്ടുള്ളത്. കുഴപ്പമില്ല, BGM കൊള്ളാം, പാട്ടും കൊള്ളാം. പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്, നമ്മൾ കണ്ടിട്ടുള്ള കഥയൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇൻ്റർവ്യൂവിന് ശേഷം എന്തിനാണെന്നാണ് നോക്കാനുള്ളത്. അഭിനയമൊക്കെ കൊള്ളാം, പക്ഷെ നമ്മളിത് കുറേ തവണ കണ്ടിട്ടുള്ളതാണ് ഈ കഥയൊക്കെ. മണിരത്നം തന്നെ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. പല ഗ്യാങ്സ്റ്റർ മൂവിയിൽ വന്നിട്ടുള്ള കഥ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ക്യാരക്ടേഴ്സ് കൊള്ളാം, തൃശ്ശയ്ക്കൊക്കെ റോളുണ്ട്. ഇനി ഇൻ്റർവ്യൂവിന് ശേഷം എന്താണെന്ന് നോക്കാം. ചിരുത്താനെന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഇതുവരെ കണ്ടതൊക്കെ നമ്മൾ നോർമൽ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെയായിരിക്കും പോണത്, അടുത്ത ഇതാണ് നടക്കാൻ പോണത്, എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കഥ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല.